ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് കേട്ടോ. ആന വരുന്നുണ്ട്. ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയങ്ങാടി യാവും തങ്ങൾ പാപ്പാൻ്റെ 173ാമത് ആണ്ട് നേർച്ചൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാൻ ഈ ഒരു വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. ഈ ഒരു വരവ് പുതിയങ്ങാടിയിലേക്ക് എത്താൻ ഒരുപാട് ടൈം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേലൊക്കെ നോക്കുമ്പോൾ നല്ല ഡിലേ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട നമ്മളൊരു ചങ്കാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇവിടുന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പഴയ ഫ്രണ്ട്സുകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ ഫ്രണ്ട്സുകളും അതേപോലെ തന്നെ കൂടെ പഠിച്ചവരും എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ ഗൾഫിലാണ്, ഗൾഫിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു. അതേപോലെ തന്നെ പുള്ളിക്കാരൻ അവിടുത്തെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ്. ഇതാണ് നമ്മളെ ചങ്ക് കേട്ടോ. ഈ ഒരു ചങ്കിൻ്റെ വല്യമ്മാൻ്റെ വീട് ഇവിടെ തന്നെയാണെന്ന് ഉമ്മാൻ്റെ വീട് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ നേർച്ചക്കൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. പിന്നാലെ പോകുന്നുണ്ട്. ലൈറ്റ് കാണാൻ പറ്റും. സമാധാനത്തിലുള്ള നാമപാതകളോട് സഹകരിക്കുക. വാർഡ് തടസ്സങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. വാർഡ് തടസ്സങ്ങളും പൂർണ്ണമായി ജിമ്മിന്റെ ബിൽഡിംഗ് ഉണ്ട്. അതിലെല്ലാം ആളുകൾ. അതേപോലെ ജിമ്മന്മാര് വീഡിയോ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മള് മോനെ ചക്കര ഉണ്ടോ അതിനെ കണ്ടില്ല. ഓക്കെ, നമ്മള് ഒജിൻ ഫ്രഷ് അതിന്റെ മുന്നിലാണ് ഇപ്പൊ ഈ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത്. ഇവിടെ എല്ലാത്തിലും ആള് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ മോജോന്റെ പുതിയ ബിൽഡിങ്ങിലും ആളുണ്ട്. എല്ലാവരും ഹായ് അതവിടെ ഹായ്. ഇവിടെ ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുന്നതായതുകൊണ്ട് മുഖം അത്ര ക്ലിയർ ആവുന്നില്ല. ഇങ്ങനെ എടുത്ത് നോക്കും. ഇവിടെ നിന്ന് നല്ല സൗണ്ട്
പരിപൂർണമായും സഹകരിക്കുക. നേർച്ച കമ്മിറ്റിയുമായി സഹകരിക്കുക. നേർച്ച കാണാനെത്തിയ ആപാദപ്രപഞ്ചന ആശംസകളോട് പുത്തനത്താണി കൊച്ചിക്കല് ആഴ്വക്കോടാനിരിക്കെ അറിയപ്പെടാറും അതെ മതസൗഹാർദ്ദത്തിന്റെ മഹനീയ പൈതൃകം ഔലിയ കൊടിയേറ്റ വരവിനെ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് വിനികസനം അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ ഫ്രണ്ട് തളർന്നു പോയി. ഓക്കെ ഓക്കെ. പിന്നെ ഓർമ്മയുണ്ട്. സെറ്റ് ഇജ്ജ് കൊടുക്ക പോണ്. താങ്ക് യു. ആടാ കളിക്ക് സെറ്റ് ഓണമൊക്കെയല്ലേ. ഇവരെല്ലാം ഇതിന്റെ ബാക്കിലുണ്ടായിരുന്നില്ലേ? ഹായ് ഗൈസ്. ഹായ്, താങ്ക് യു. നിങ്ങൾ പൊളിക്കും. നിങ്ങളുടെ ടൈമാണ്. യൂട്യൂബിൽ വരും.
കുടുംബക്കാര എൻ്റെ അയൽവാസി എൻ്റെ എല്ലാ വീഡിയോയിലും വരുന്ന അയൽവാസി മാസ്ക് ഇട്ടിക്കുന്നത് അയൽവാസി കാണാതിരിക്കുന്നത് ലൈറ്റഡ് അവിടുന്ന് കാണാം സെറ്റ് ആന വരുന്നുണ്ട് ആനനെ നമ്മൾ ഈ ഒരു നേർച്ചയ്ക്ക് വീഡിയോയിൽ അങ്ങനെ പെടുത്തിയിട്ടില്ലേ ആനയ്ക്ക് ഒരുപാട് റൂളും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആനനെ വരുന്നത് അല്ലാതെ അടുത്തൊന്നുമില്ല. നമ്മളെ ചെങ്കളുണ്ട് ആനപ്പുറത്ത്. കാണും ഉണ്ടായിക്കോട്ടെ. ആനപ്പെണ്ണായി 6 ആറല്ലത് 6 ആനയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു ആനയും കൂടി വരുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ലോങ് ആയിപ്പോയി. ആന വരുന്നുണ്ട്. അപ്പോൾ ആന നല്ല ഗ്യാപ്പ് ഇട്ട് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ആന ഉണ്ടായിരുന്നു. ഇതൊരു കുട്ടിയാന വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മേലുള്ളവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ക്ഷീണിച്ച് ബ്രോ അവർ മൈൻഡ് ചെയ്തില്ല. അവരവിടെ ഇരുന്ന് ക്ഷീണിച്ചിരിക്കുന്നത് സംഭവം. ഇത് രണ്ടാമത്തെ ആന. ടോട്ടൽ 10 ആന ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആനനെ എന്തോ ഒരു പ്രശ്നമായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവൻ ഇരുന്ന് അവിടെ പണിയായി തോന്നുന്നു. തൊട്ട് ബാക്കിൽ തന്നെ എലിഫൻറ്റിൻ്റെ ഒരു സ്ക്വാഡ് വണ്ടിയുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു നേർച്ചൻ്റെ ഈ ഒരു വരവ് ഇത്രയൊക്കെ ഉള്ളൂ, ഈ ഒരു കാഴ്ചകൾ. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. ഇനി നേരെ എന്താ പറയുക, പള്ളിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആനകളെല്ലാം എന്താ പറയുക സലാഞ്ചലി പിരിയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് നേരെ പോണത് ഒരു വീട്ടിൽ കണ്ടു. ആ വീട്ടിൽ നിന്ന് നേരെ അത് റിട്ടേൺ വന്നിട്ട് എന്താ പറയുക പള്ളിയിൽ വരും. പള്ളിയിൽ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു കൊടിയാറ്റത്തിൻ്റെ കാഴ്ച ഇവിടെ സ്റ്റോപ്പ് ആവുക. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഒരുപാട് വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അടിപൊളി വൈബാവും. ഈ ഒരു 3 ദിവസം നല്ല വൈബായിട്ട് ഇരിക്കും. അപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിൽക്കുന്നില്ല. നേരെ അങ്ങോട്ട് പള്ളിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ തോന്നുന്നില്ല. ഇവിടെ ഒരുപാട് വെറൈറ്റി ഇതൊരു സംഭവം സാമ്പിൾ ചെയ്യാൻ വേണ്ടി ഞാനത് സെൽഫി എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടത്തെ കൈയിട്ടാണ് തിന്നുന്നത് പറയുന്നത് കേട്ടോ. പിന്നെ വലത്തെ കൈയിട്ടാണ് തിന്നുന്നത്. എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെ വയ്യ. അപ്പോൾ നമുക്ക് നേരെ പള്ളിയുടെ ഭാഗത്തേക്ക് പോകട്ടെ. നമ്മളിതാ ആനൻ്റെ കൂടെ അതേപോലെ തന്നെ ഉഷാ തിരൂര് പുള്ളിക്കാരത്തി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആനൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ആനനെ വല്ലാതെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ അല്ല, കുറച്ചൊരു സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസിലാണ് നമ്മളെല്ലാവരും നടത്തുന്നതും. അതേപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആനകളെ വിടുന്നത് തന്നെ. ഇപ്പോൾ കുറേ വരവെല്ലാം പോയി കുറേ കഴിഞ്ഞ ശേഷം വന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ആന ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ആനനെ ഇവർ എന്തോ ഒരു സേഫ്റ്റീൻ്റെ എന്തോ ഒരു ഇഷ്യൂസ് കാരണം മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ആന കാണാൻ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളെ ഫ്രണ്ടിലും ആനയുണ്ട്. അപ്പോൾ കൊടിമരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ക്യാഷും അതേപോലെ തന്നെ കടുകും എറിയുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആളെല്ലാം ഇപ്പോൾ അവിടെ മാറും. ഓരോ സ്ഥലത്തേക്ക് ക്യാഷ് എറിയുന്നുണ്ട്. ചേഞ്ചാണ് ഇങ്ങനെ എറിയട്ടോ. അങ്ങനെ നെയ്യത്താക്കി കൊടുക്കുന്ന എറിയുന്നതാണ് ഇവിടെ ആളിലേക്ക് ക്യാഷ് പിടിക്കുന്നത്. പിന്നെ ഓരോ സ്ഥലത്തേക്കാണ് ചെയ്യുക. ഒരു സ്ഥലത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് കിട്ടില്ല. പിന്നെ അപ്പുറത്തെ സൈഡിലേക്കാണ്. നല്ലൊരു വൈബാണ് സത്യത്തിൽ. ഇത് എന്താ പറയുക, ക്യാഷ് എടുക്കുന്നതാണ് ഒരു രസം. അതേപോലെ തന്നെ ആളുകളുണ്ടാവും. ഈ ഒരു മൈതാനം നമ്മൾ രാവിലെ എടുത്ത വീഡിയോയിൽ ഇവിടെയൊക്കെ ഫുള്ള് പ്ലെയിനായിട്ട് ഇരുന്ന. അപ്പോൾ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ. ഈ നമ്മൾ ആ ഒരു ആനെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ ഒരു വഴിയുണ്ട് ശരിക്കും ക്ലിയർ ആയിട്ടുണ്ട് വരും. 2 സൈഡിലും ആളാണ്ട് മാറിയിട്ട് ഇവിടെ സെറ്റ് ആയിട്ട് നിൽക്കും. അത് ലാസ്റ്റുള്ള എന്താ പറയുക ചപ്പക്കര വരവിന് വന്നു കഴിഞ്ഞാലും അതേ അവസ്ഥ തന്നെയാണ്. ഇത്രയും ഇതിനെക്കാട്ടും തിരക്കുണ്ടാവും ആ ടൈമിലും. വന്നു കഴിഞ്ഞാൽ ആ ഒരു വരവ് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടി സെൻറ്ററിൽ കൂടി തന്നെ വഴി കറക്റ്റ് ഉണ്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, കുറച്ച് കഴിഞ്ഞാൽ കാണാം ഈ വഴിന്റെ ഒരു അവസ്ഥ. ഇതാണിപ്പോ എല്ലാവരും കൂടി ഇവിടെ വന്ന് കേട്ടോ. ഇക്കാണ് നമ്മളെ എന്താ പറയാ ഈ ഒരു ഭാഗത്ത് നിർത്തലധികം. പിന്നെ അതാ ഫോട്ടോ അല്ല വീഡിയോ ആണ്.
ഫോട്ടോ ആണെന്നുള്ളതിൽ എല്ലാരും മസിലും പിടിച്ച് നിൽക്കുക. എന്ത് പറയണം, ഒന്നും വേണ്ടത്. സാറ് പറഞ്ഞോളൂ, ഓഫീസർ പറഞ്ഞു. ഒന്നും പറയില്ല. നേരത്തെ എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ? തിരക്ക് ഭയങ്കര ജനത്തിരക്കല്ലേ, വലിയ ജനബാഹുല്യാണ്. കൂടുന്നതിനനുസരിച്ച് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് കഴിയും തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു തിരക്കില്ലേ, ഈ ഒരു ആളില്ല, അത് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഇവിടെ ഈ വഴിയൊക്കെ കണ്ട് ക്ലിയർ ആവുന്ന ഒരു രംഗം, അടിപൊളി ഒരു രംഗം കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഡോർ അടക്കൂട്ടാം. ഈ വരവേട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടക്കും, ഇത് ക്ലോസ് ചെയ്യും. പിന്നെ ഇതിന്റെ അകത്തൊന്നും ആരും കയറ്റൂല. ഇപ്പൊ കാണാനൊക്കെ ഉണ്ടവർക്ക് എല്ലാവർക്കും വന്ന് കാണുകയും കയറുകയൊക്കെ ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വരവുണ്ടായതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അങ്ങനെയുണ്ട്. അവിടെ കണ്ടില്ലേ തിരക്കുണ്ടോ? ഇവിടെ ഇതിന്റെ ഉള്ളിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ നേർച്ചക്ക് ഈ കഞ്ഞി വെക്കുന്നില്ലേ, അതിനെ നെയ്യത്താക്കി കൊണ്ടുവരുന്ന നേർച്ചക്കുള്ള അരികളാണ് കേട്ടോ. ഇക്കതാ ഇത് സെറ്റ് ചെയ്യുന്ന പറക്കത്തിന് അരി കൊടുക്കാൻ വേണ്ടി അരിയും കുരുമുളകും അത് ഉണക്കിയത്. അപ്പൊ അതാ ഈക്കാണ് കൊടി ഒഴിയുന്നത് കേട്ടോ ഇവിടെ. അതാ ഇത് നമ്മളെ ചങ്ക്. ഇതെല്ലാം ഈ അരികളാണ് കേട്ടോ. ഈ അരിയും സാധനങ്ങളെല്ലാം ആൾക്കാർ നെയ്യത്താക്കി കൊണ്ടുവരുന്ന കേട്ടോ. ഈ അരി, തേങ്ങ, പിന്നെ ഒരുപാട് സംഭവങ്ങള്. മൂടെന്ന് പറഞ്ഞാ മൂട നെല്ല്. അത് ശരി, നെല്ലിന്റെ ഇതാണ് കേട്ടത്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഇത് കഞ്ഞിക്കാര വരവിന് കൊടുക്കുന്നതിന്റെ അതും അതേപോലെ തന്നെ നെയ്യത്താക്കിയതിന്റെ അരികളാണ് കേട്ടോ. ഇതെല്ലാം ഇനി ഇവിടെ വെക്കും, അതേപോലെ തന്നെ വെച്ച് കൊടുക്കും. അതേപോലെ ഇവിടെ ഉള്ള അടുത്തുള്ള പാവങ്ങൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. ഓഫീസർക്ക് എന്താ പറയുള്ളത്? ഞായറത്തിലേ ഈ കൊടിയേറ്റ് നടക്കുന്നില്ലേ, കൊടിയേറ്റ് നടക്കുന്നതിന്റെ ആള് പുള്ളിയാണ് കൊടിയേറ്റ ആളാണ്. എന്റെ പേര് അഹമ്മദ് കബീർ. അഹമ്മദ് കബീർ, പുളിഞ്ചോട്. ആ പുളിഞ്ചോട്. അപ്പൊ ഞാനാണ് പറഞ്ഞ് പൊടി കൊണ്ടു കൊടുക്കുക. കുറച്ചുകൂടി കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ആന വരും, വരവ് വരും. അപ്പൊ ഇതെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ഇവിടെ എന്താ പറയാ ഫ്രീ ആവും. പിന്നെ ഇത് കഴിഞ്ഞാല് ഇയാളെല്ലാണ്ട് പോകട്ടാ. ബൈപ്പാസ് റോഡ് അൻസന പപ്പടവാൾ സ്വട്ടംശേ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മറ്റു നാനാജാതി മതസ്ഥരും ഒരമ്മ ഒറ്റ മക്കളെ പോലെ ഏകോദര സമയങ്ങൾക്ക് സൂഫിവര്യൻ അവിടെ യാഹുന്നകളുപ്പ വെട്ടത്തുനാടിന്റെ സുഹൃതം, വെട്ടത്തുനാടിന്റെ കടാവിളക്ക്. വലിയ കുടിവരവിന് കടന്നു വരാൻ സൗകര്യമൊരുക്കണമെന്ന് അറിയിക്കുന്നു. വാലോടെ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത ونفعنا الله من بركاته شيء لله الفاتحة. الحمد لله رب العالمين الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. പിന്നെ സ്ഥലം കിട്ട് പോകാണ്ട് പോകാണ്ട അല്ല അവിടുന്ന് അവര് നീട്ടി ലെവലാക്കി പോയി الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم مثل سواء ما قرينا القرآن العظيم ما صلينا وقاري هدية واصلة ورحمة نازلة وبركة ساملة إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم إلى أهل بيت رسول الله صلى الله عليه وسلم مع رسول الله صلى الله عليه وسلم. الشيخ يا حاجة الله رسول العيب رسول خاجة وإن الدين سقف قدس الله صلى الله عليه وسلم. من الشيخ محي الدين عبد القادر جيلاني قدس الله من أحمد الكبير رفاعي قدس الله من أهل سلطان الدين. എല്ലാവരും കുടിക്കാറില്ല എല്ലാവരും കുടിക്കാറില്ല അല്ല
കൂടെ ആ സ്റ്റേജ് അതിൻ്റെ ഒറ്റൊന്നും വരില്ല. Go!